മസ്കറ്റിലെ അൽ ആലം പാലസിന് 2 നൂറ്റാണ്ടിന്റെ കഥ പറയാനുണ്ട്. കടൽ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന പാലസ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആചാരപരമായ വസതിയാണിത്. ഒമാനിലെത്തുന്ന സഞ്ചാരികൾ ആദ്യമെത്തുന്ന ഇടം. കാണാം അൽ ആലം പാലസിന്റെ കാഴ്ചകൾ. അൽ ആലം പാലസ് ഒമാന്റെ സമ്പന്നമായ പൈതൃകത്തെയും വാസ്തുവിദ്യാ ചാരുതയും എടുത്തു കാണിക്കുന്നതാണ്. നീലയും സ്വർണ്ണ നിറത്തിലുമുള്ള ആകർഷകമായ മുൻഭാഗമാണ് സന്ദർശകരുടെ കണ്ണിലുടക്കുന്ന ആദ്യ കാഴ്ച. മസ്കത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ ആദ്യമെത്തുന്ന ഇടമാണ് ഇത്. ചരിത്രപരമായ കോട്ടകൾക്കിടയിൽ നിൽക്കുന്ന പാലസ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഔദ്യോഗിക ആചാരപരമായ വസതിയാണ്. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും മിശ്രിതമായ രൂപകൽപ്പന. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുൽത്താൻ കാബൂസിന്റെ 7ാമത്തെ പിതാമഹൻ ഇമാം സുൽത്താൻ ബിൻ അഹമ്മദാണ് കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. 1972 സുൽത്താന്റെ ഔദ്യോഗിക വസതിയായി പാലസ് പിന്നീട് പുതുക്കി പണിതു. പാലസിനകത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും പാലസും പരിസരവും കാണാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. പാലസിന്റെ ഭംഗി കൂട്ടുന്നത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടുകൂടിയാണ്. മനോഹരമായ കടൽ തീരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഒമാൻ. അതിൽ തന്നെ മസ്കത്തിലെ കടൽ തീരങ്ങൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയാണ്. മലകൾക്കടുത്തായി നീലക്കടൽ, പാതയോരങ്ങളിൽ ഈന്തപ്പഴമരങ്ങൾ, വിളക്ക് കാലുകൾ. പാലസും പരിസരവും സഞ്ചാരികളുടെ മനം മയക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മത്ര പോർട്ടിൽ നങ്കൂരമിട്ടിരിക്കുന്ന സുൽത്താന്റെ കപ്പലും കാണാം. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത മിറാനി, ജലാലി പുരാതന കോട്ടകളാൽ ചുറ്റപ്പെട്ടതാണ് പാലസ്. ഒമാനിലെത്തുന്ന ലോകരാഷ്ട്ര തലവന്മാരെ സുൽത്താൻ സ്വീകരിക്കുക അൽ ആലം പാലസിലാണ്. ഔദ്യോഗിക ബഹുമതികളോടെ തൻ്റെ രാജ്യത്തേക്ക് സുൽത്താൻ അതിഥികളെ ഇവിടെ സ്വാഗതം ചെയ്യും. അൽ ആലം കൊട്ടാരം ഒരു രാജകീയ വസതി എന്നതിലുപരി ഒമാന്റെ ചരിത്രം, സംസ്കാരം, പുരോഗതി എന്നിവ പ്രതിഫലിക്കുന്ന നിർമ്മിതി കൂടിയാണ്. ഒമാന്റെ സാംസ്കാരിക പ്രൗഢിയുടെ പ്രതീകം. മീഡിയ 1.